നമസ്കാരം. പത്രങ്ങളിൽ വരുന്ന വാർത്തകൾക്കും കാർട്ടൂണുകൾക്കും ലേഖനങ്ങൾക്കുമൊക്കെ ആരാണ് ഉത്തരവാദി? പത്രങ്ങൾക്കെതിരായ മാനനഷ്ട കേസുകളിൽ എഡിറ്റർ ഉത്തരവാദിയാണോ? ചീഫ് എഡിറ്റർക്ക് പത്രം ഓഫീസിൽ നിയമപരമായി ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതയുണ്ടോ? ചന്ദ്രിക പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്ന CH മുഹമ്മദ് കോയ തെരഞ്ഞെടുപ്പ് കേസിൽ കുറ്റവിമുക്തനായത് എങ്ങനെ? മാധ്യമത്തിനെതിരായ മാനനഷ്ട കേസിൽ എഡിറ്റർ O അബ്ദുറഹ്മാനെതിരായ നിയമ നടപടികൾ ഈയിടെ ഹൈക്കോടതി റദ്ദാക്കിയത് എന്തുകൊണ്ട്? ഇക്കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ സജസ്റ്റ് ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. ആദ്യം CH മുഹമ്മദ് കോയക്കെതിരായ കേസ് നോക്കാം. ഇത് ഒരു അപകീർത്തി കേസല്ല, അഥവാ മാനനഷ്ട കേസല്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയുടെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന കേസിലാണ് CH മുഹമ്മദ് കോയയ്ക്ക് കോടതി കയറിയിറങ്ങേണ്ടി വന്നത്. ആ കേസിന് ആസ്പദമായ വസ്തുതകൾ പറയാം. 1977 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPIയും മുസ്ലിം ലീഗുമൊക്കെ ഉൾപ്പെട്ട ഐക്യമുന്നണിയും CPMും ജനതാ പാർട്ടിയും അഖിലേന്ത്യാ ലീഗുമൊക്കെ ഉൾപ്പെട്ട പ്രതിപക്ഷ ഏകോപന സമിതിയുമാണ് മത്സരിക്കുന്നത്. മലപ്പുറം നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് നേതാവും ചന്ദ്രിക പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററുമായ CH മുഹമ്മദ് കോയയാണ് ഐക്യമുന്നണി സ്ഥാനാർത്ഥി. അഖിലേന്ത്യാ ലീഗിൻ്റെ TKSMA മുത്തുക്കോയ തങ്ങളാണ് പ്രതിപക്ഷ ഏകോപന സമിതി സ്ഥാനാർത്ഥി. ഫലം വന്നപ്പോൾ 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് CH മുഹമ്മദ് കോയ വിജയിച്ചു. താൻ ചീഫ് എഡിറ്ററായ ചന്ദ്രിക പത്രം ഉപയോഗിച്ച് മതവികാരവും വർഗീയ വികാരവും ചൂഷണം ചെയ്ത് മുസ്ലിം വോട്ടുകൾ തനിക്ക് അനുകൂലമാക്കാനും ജനസംഘത്തിനും മുസ്ലിം ലീഗിനുമിടയിൽ സ്പർദ്ധ വളർത്താനും ശ്രമിച്ചു എന്നാണ് മുത്തുക്കോയ തങ്ങളുടെ ഹർജിയിലെ ആരോപണം. മതവികാരം ഇളക്കിവിടുന്ന വിധത്തിലുള്ള ലേഖനങ്ങളും കാർട്ടൂണുകളും പ്രസംഗ ശകലങ്ങളും ചന്ദ്രിക പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു എന്നാണ് മുത്തുക്കോയ തങ്ങളുടെ പരാതിക്ക് ആധാരമായ വസ്തുതകൾ. ചന്ദ്രിക പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു കാർട്ടൂൺ അക്കാലത്ത് ഏറെ വിവാദമായിരുന്നു. EMS നമ്പൂതിരിപ്പാട് ഒരു പന്നിയെ മുറിച്ച് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായി ചിത്രീകരിക്കുന്നതാണ് കാർട്ടൂൺ. BM ഗഫൂറാണ് ആ കാർട്ടൂൺ വരച്ചത്. രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ശത്രുതയും വെറുപ്പും പ്രചരിപ്പിക്കുന്നതാണ് ഈ കാർട്ടൂൺ എന്നായിരുന്നു മുത്തുക്കോയ തങ്ങളുടെ വാദം. പന്നിമാംസം മുസ്ലിങ്ങൾക്ക് ഹറാമാണല്ലോ. CPMനും ജനതാ പാർട്ടിക്കും ഒപ്പം ചേർന്ന് മത്സരിക്കുന്ന അഖിലേന്ത്യാ ലീഗിനെ ഉന്നം വെച്ചുള്ള കാർട്ടൂണായിരുന്നു അത്. ഈ കാർട്ടൂൺ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ ഐക്യ മുന്നണി സ്ഥാനാർത്ഥിയായ CH മുഹമ്മദ് കോയയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണ് പ്രസിദ്ധീകരിച്ചത് എന്നാണ് മുത്തുക്കോയ തങ്ങളുടെ ആരോപണം. ജനപ്രാതിനിധ്യ നിയമത്തിലെ 123 ക്ലോസ് 3A വകുപ്പ് പ്രകാരം പൗരന്മാർക്കിടയിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഭാഷയുടെയോ പേരിൽ വെറുപ്പോ ശത്രുതയോ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണ്. CHൻ്റെ നടപടി ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണെന്നായിരുന്നു തങ്ങളുടെ പരാതി. ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി താൻ പ്രസംഗിച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം ലേഖനങ്ങളോ കാർട്ടൂണുകളോ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചതായി അറിവില്ലെന്നുമാണ് CH കോടതി മുമ്പാകെ ബോധിപ്പിച്ചത്. CHൻ്റെ വാദത്തിൻ്റെ കാതൽ അതായിരുന്നില്ല. താൻ ചന്ദ്രികയുടെ എഡിറ്റർ അല്ല, ചീഫ് എഡിറ്ററാണെന്നായിരുന്നു CH മുഹമ്മദ് കോയയുടെ പ്രധാന വാദം. ചീഫ് എഡിറ്റർ പദവി വെറും ആലങ്കാരികമാണ്, പേരിൽ മാത്രമാണ്. ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പ്രവർത്തനങ്ങളുമായി ചീഫ് എഡിറ്റർക്ക് യാതൊരു ബന്ധവുമില്ല. ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്ന നിലയിൽ, അതായത് സ്വാധീനവും ജനസമ്മതിയുമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പ്രവാസികളിൽ നിന്നും മറ്റും ചന്ദ്രികയ്ക്ക് ആവശ്യമായ ഫണ്ട് സമാഹരിക്കുന്നതിനും പത്രത്തിൻ്റെ നയങ്ങൾ തീരുമാനിക്കുന്നതിനും മറ്റുമാണ് തന്നെ ചീഫ് എഡിറ്ററാക്കിയത്. പത്രത്തിൽ പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനോ ലേഖനങ്ങളും കാർട്ടൂണുകളും പ്രസിദ്ധീകരിക്കുന്നതിലോ ചീഫ് എഡിറ്റർക്ക് യാതൊരു പങ്കുമില്ല. അതൊക്കെയായിരുന്നു CHൻ്റെ വാദം. ഹൈക്കോടതി പക്ഷേ മുത്തുക്കോയക്ക് അനുകൂലമായാണ് വിധി പുറപ്പെടുവിച്ചത്. CHൻ്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. CH സ്വാഭാവികമായും സുപ്രീം കോടതിയെ സമീപിച്ചു. 1867 പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ടിലെ വാർത്തകളും മറ്റും പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നാണ് സുപ്രീം കോടതി പരിശോധിച്ചത്. അച്ചടിശാലകളെയും പത്രങ്ങളെയും മറ്റു പ്രസിദ്ധീകരണങ്ങളെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് പ്രസ് ആക്ടിൻ്റെ ആവിർഭാവം.
പത്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് എതിരെ വരുന്ന സിവിൽ ക്രിമിനൽ കേസുകളുടെ എണ്ണം കുറക്കാനും പ്രസിദ്ധീകരണത്തിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന കാര്യത്തിലുള്ള അനിശ്ചിതത്വം ഒഴിവാക്കുന്നതിനും ജീവനക്കാരിൽ നിന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുത്ത് ഉത്തരവാദിത്തം ഏൽപ്പിക്കേണ്ടത് അനിവാര്യമായിരുന്നു. പരാതിയുള്ളവർക്ക് ആ വ്യക്തിക്കെതിരെ കേസിന് പോകാൻ സാധിക്കും. പ്രസ് ആക്ട് നടപ്പാക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് അതായിരുന്നു. പ്രസ് ആക്ടിൻ്റെ സെക്ഷൻ 1 ക്ലോസ് 1 ആണ് എഡിറ്ററെ നിർവചിക്കുന്നത്. പത്രത്തിൽ പ്രസിദ്ധീകരിക്കാനുള്ള മാറ്റർ, അതായത് കാർട്ടൂണോ ലേഖനമോ വാർത്തകളോ എന്തുമാകാം, അവ തിരഞ്ഞെടുക്കുന്നതിനെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് എഡിറ്റർ. പ്രസ് ആക്ടിൻ്റെ സെക്ഷൻ 5 ക്ലോസ് 1 അനുസരിച്ച് പത്രത്തിൻ്റെ മുഴുവൻ കോപ്പികളിലും പത്രത്തിൻ്റെ ഉടമയുടെയും എഡിറ്ററുടെയും പേര് വ്യക്തമായി അച്ചടിച്ചിരിക്കണം. പത്രം അച്ചടിക്കുന്ന തീയതിയും വ്യക്തമാക്കണം. സെക്ഷൻ 8A പ്രകാരം എഡിറ്ററുടെ സ്ഥാനത്ത് ഒരാളുടെ പേര് അച്ചടിച്ചാൽ അയാൾ എഡിറ്റർ അല്ല എന്നുണ്ടെങ്കിൽ 2 ആഴ്ചക്കകം ഒരു മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരായി തൻ്റെ പേര് തെറ്റായി അച്ചടിച്ചതാണെന്ന് വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകണം. CH മുഹമ്മദ് കോയയുടെ കേസിൽ കോടതി മുമ്പാകെ ഹാജരാക്കിയ ചന്ദ്രിക പത്രത്തിൻ്റെ കോപ്പിയിൽ പ്രിൻ്റർ ആൻഡ് പബ്ലിഷറും എഡിറ്ററും VC അബൂബക്കറാണ്. CHൻ്റെ പേര് അച്ചടിച്ചിരിക്കുന്നത് ചീഫ് എഡിറ്റർ എന്ന നിലയിലാണ്. ചീഫ് എഡിറ്റർ എന്ന തസ്തിക പ്രസ് ആക്ട് പ്രകാരം നിലവിലില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇനി CH ആണ് എഡിറ്ററെങ്കിൽ അബൂബക്കർ തൻ്റെ പേര് തിരുത്താൻ നടപടി സ്വീകരിക്കണം. അത് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, പത്രത്തിൻ്റെ എഡിറ്റർ താനാണെന്ന് അബൂബക്കർ സമ്മതിക്കുന്നുമുണ്ട്. സുപ്രീം കോടതി ഈ കാര്യങ്ങളും നിരീക്ഷിക്കുകയുണ്ടായി. ചീഫ് എഡിറ്റർ എന്ന നിലയിൽ CH മുഹമ്മദ് കോയയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് പരാതിക്കാരൻ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നില്ല. പ്രസ് ആക്ടിലെ സെക്ഷൻ 1 ക്ലോസ് 1 പ്രകാരം CH എഡിറ്ററാണെന്ന് സ്ഥാപിക്കുന്നതിന്, അതായത് അദ്ദേഹമാണ് പത്രത്തിൽ വരുന്ന മാറ്ററുകളുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ മുത്തുക്കോയ തങ്ങൾക്ക് സാധിച്ചില്ല. ചീഫ് എഡിറ്റർ എന്ന പദം, അതായത് ചീഫ് എഡിറ്റർ എന്ന തസ്തിക പ്രസ് ആക്ടിൽ ഇല്ല എന്നതാണ് വസ്തുത. സെക്ഷൻ 7 പ്രകാരം അപകീർത്തികരമായ വാർത്ത വന്നാൽ എഡിറ്റർക്കെതിരെയാണ് പരാതിപ്പെടാൻ പറ്റുക, ചീഫ് എഡിറ്റർക്ക് എതിരെയല്ല. ഈ വസ്തുത ഹൈക്കോടതി കാണാതെ പോയി. പ്രസ് ആക്ടിലെ സെക്ഷൻ 7 പ്രകാരം പത്രത്തിൽ പത്രാധിപരുടെ സ്ഥാനത്ത് പേര് അച്ചടിച്ചിരിക്കുന്ന വ്യക്തിയാകും ആ ലക്കത്തിൻ്റെ മുഴുവൻ പത്രാധിപർ എന്നും അയാൾക്ക് തന്നെയാണ് വാർത്തകളും ലേഖനങ്ങളുമൊക്കെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം എന്നുമാണ് അനുമാനം. ഈ അനുമാനം പക്ഷേ എഡിറ്റർക്ക് എതിർവാദം കൊണ്ട് ഖണ്ഡിക്കാവുന്നതാണ്. ഈ പ്രിസംഷൻ റിബോട്ടബിൾ ആണ്. അതായത് വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ ഉത്തരവാദിത്തം എഡിറ്റർക്കാണെന്ന് പരാതിക്കാരൻ തെളിയിക്കണം. എഡിറ്ററുടെ അറിവോടെയാണ് അത് പ്രസിദ്ധീകരിച്ചത് എന്നും തെളിയിക്കണം. വാർത്തകളോ ലേഖനങ്ങളോ കാർട്ടൂണുകളോ പ്രസിദ്ധീകരിച്ചത് തൻ്റെ അറിവോടെയല്ലെന്ന് എഡിറ്റർക്കും തെളിയിക്കാവുന്നതാണ്. CH എഡിറ്റർ അല്ലാത്തത് കൊണ്ട് തന്നെ സെക്ഷൻ 7 പ്രകാരമുള്ള അനുമാനങ്ങൾ ഈ കേസിൽ CHന് ബാധകമല്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. എഡിറ്റർ ആണെങ്കിൽ തന്നെ പ്രസിദ്ധീകരണം സംഭവിച്ചത് തൻ്റെ അറിവോടെയല്ലെന്ന് തെളിയിക്കാൻ എഡിറ്റർക്ക് സാധിക്കുമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. CHൻ്റെ കേസിൽ ഈ അനുമാനത്തെ അദ്ദേഹം വിജയകരമായി ഖണ്ഡിച്ചു. ഹൈക്കോടതി വിധി റദ്ദാക്കിയ സുപ്രീം കോടതി CHൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം ശരിവെച്ചുകൊണ്ട് ഉത്തരവായി. ജസ്റ്റിസുമാരായ സയ്യിദ് മുർത്തസ ഫൈസൽ അലിയും PN ഷിങ്കാളും അടങ്ങുന്ന ബെഞ്ചാണ് ഈ വിധി പ്രസ്താവിച്ചത്. 2007 മാമൻ മാത്യുവും MN രാധാകൃഷ്ണനും തമ്മിലുള്ള കേസിലും സുപ്രീം കോടതി എഡിറ്ററുടെ ഉത്തരവാദിത്തം എന്താണെന്ന് പരിശോധിച്ചിരുന്നു. 2005 ഏപ്രിൽ 27 മലയാള മനോരമയിൽ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് ആ കേസിന് ആധാരം. ആ വാർത്ത കൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇൻഷുറൻസ് മാനേജറെ ഖരാവോ ചെയ്തു എന്നായിരുന്നു വാർത്തയുടെ തലക്കെട്ട്. മണ്ണാർക്കാട് നിന്നാണ് വാർത്ത. അക്കൗണ്ടിൽ ക്രമക്കേട് കാണിച്ച ശേഷം കമ്പ്യൂട്ടർ സിസ്റ്റം തകരാറാക്കി എന്ന് ആരോപിച്ച് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ബ്രാഞ്ച് മാനേജറെ ജീവനക്കാർ ഖരാവോ ചെയ്തു. കഴിഞ്ഞ 15 ദിവസം ലീവിലായിരുന്ന മാനേജർ ലീവ് സമയത്ത് ഓഫീസിലെത്തി കമ്പ്യൂട്ടർ തകരാറിലാക്കുകയായിരുന്നു എന്ന് ജീവനക്കാർ പറഞ്ഞു. ഏജന്റ് കമ്മീഷനിൽ കൃത്രിമം കാണിച്ചതായും ജീവനക്കാർ ആരോപിച്ചു. മാനേജർ MN രാധാകൃഷ്ണനെ സ്ഥാനത്ത് നിന്ന് നീക്കി വിശ്വനാഥന് ചുമതല നൽകി. 2 മാസത്തെ ഡാറ്റകൾ മുഴുവൻ നശിപ്പിച്ചതായി ജീവനക്കാർ പറഞ്ഞു എന്നും വാർത്തയിൽ പറയുന്നു. ഈ വാർത്തയ്ക്ക് മറുപടിയായി മാനേജറുടെ ഒരു നിഷേധക്കുറിപ്പും മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നു. തന്നെ ജീവനക്കാർ ഖരാവോ ചെയ്തിട്ടില്ലെന്നും ഏജൻസി കമ്മീഷനിൽ കൃത്രിമം കാണിച്ചു, കമ്പ്യൂട്ടർ സംവിധാനം തകരാറിലാക്കി തുടങ്ങിയ ജീവനക്കാരുടെ ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും മാനേജർ അറിയിച്ചതായാണ് 2ാമത്തെ വാർത്ത. CHൻ്റെ കേസിൽ പറഞ്ഞതുപോലെ പ്രസ് ആക്ട് പ്രകാരം പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകളുടെ തെരഞ്ഞെടുപ്പ് സെലക്ഷൻ മാത്രമാണ് എഡിറ്ററുടെ ഉത്തരവാദിത്വം. മലയാള മനോരമ പത്രത്തിൽ അത് അങ്ങനെ തന്നെ വ്യക്തമായി അച്ചടിച്ചിരുന്നു. എഡിറ്ററുടെ പേരിനൊപ്പം റെസ്പോൺസിബിൾ ഫോർ സെലക്ഷൻ ഓഫ് ന്യൂസ് ഐറ്റം അണ്ടർ ദ PRB ആക്ട് എന്ന് അച്ചടിച്ചു വെച്ചിരുന്നു.
വാർത്ത തിരഞ്ഞെടുക്കുക മാത്രമാണ് പത്രാധിപരുടെ ചുമതല എങ്കിൽ IPC 499 പ്രകാരം അദ്ദേഹത്തിനെതിരെ അപകീർത്തി കേസ് നിലനിൽക്കില്ലെന്നായിരുന്നു ഈ കേസിൽ കോടതിയുടെ കണ്ടെത്തൽ. IPC 499 പ്രകാരം മേക്കിംഗ് ഓർ പബ്ലിക്കേഷൻ ഓഫ് ഇമ്പ്യൂട്ടേഷൻ മാത്രമേ കുറ്റകരമാകുന്നുള്ളൂ. അതായത് ആരോപണം കെട്ടിച്ചമക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യണം. ന്യൂസ് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് ആ ന്യൂസ് പത്രാധിപർ ഉണ്ടാക്കിയതാണെന്ന് പറയാൻ പറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കി. Selection of the news item cannot amount to making of the news which is already available for selection. Similarly, selection of the news cannot amount to publication of the news. The editor is not responsible either for making or publishing the complaint. എന്നാണ് മാമൻ മാത്യുവിൻ്റെ കേസിൽ കോടതി പറഞ്ഞത്. ആ വാർത്ത അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രസിദ്ധീകരിച്ചതാണ് എങ്കിൽ പോലും മാമൻ മാത്യു എഡിറ്റർ എന്ന നിലയിൽ കുറ്റക്കാരനല്ല എന്നായിരുന്നു ജസ്റ്റിസ് വി രാംകുമാറിൻ്റെ വിധി. ജീവനക്കാർ നൽകിയ വിവരങ്ങൾ ഉത്തമ ബോധ്യത്തിലും സമൂഹ നന്മക്കും വേണ്ടിയാണ് പ്രസിദ്ധീകരിച്ചതെന്ന മാമൻ മാത്യുവിൻ്റെ വാദം കോടതിക്ക് അംഗീകരിക്കേണ്ടി വന്നു. മാനേജറെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ നിഷേധക്കുറിപ്പ് പ്രസിദ്ധീകരിക്കുമായിരുന്നില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇനി മാധ്യമം പത്രാധിപർ ഒ അബ്ദുറഹ്മാനെതിരായ കേസ് നോക്കാം. തിരുവില്ല മലയിൽ നിന്നുള്ള ഒരു പ്രാദേശിക ലേഖകനാണ് വാർത്ത അയച്ചത്. ആ വാർത്തയാണ് കേസിന് ആധാരം. 2016 ജൂലൈ 6-നാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത്. യുവതിയുടെ മരണം അയൽക്കാരിയുടെ പീഡനം മൂലമെന്നായിരുന്നു വാർത്തയുടെ തലക്കെട്ട്. ആ വാർത്ത ഒന്ന് വായിക്കാം. യുവതിയുടെ ആത്മഹത്യ സാമ്പത്തിക ബാധ്യതയും അയൽക്കാരിയുടെ മാനസികവും ശാരീരികവുമായ പീഡനവും മൂലമാണെന്ന് ബന്ധുക്കളും നാട്ടുകാരും. പട്ടിപ്പറമ്പ് കാക്കശ്ശേരിക്കളം ജയകുമാറിൻ്റെ ഭാര്യ പ്രിയയാണ് 41 വയസ്സ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. പ്രിയ അയൽക്കാരിയായ LP സ്കൂളിലെ ടീച്ചറുടെ കയ്യിൽ നിന്ന് 30,000 രൂപ പലിശക്ക് കടം വാങ്ങിയിരുന്നു. ഇരട്ടിയിലധികം രൂപ മടക്കി നൽകി. പിന്നീട് പ്രിയയെ ശീതളപാനീയം നൽകി മയക്കിയ ശേഷം നഗ്ന ഫോട്ടോ എടുത്തുവെന്നും പീഡിപ്പിച്ചുവെന്നും പറയുന്നു. ഇൻ്റർനെറ്റിൽ പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെന്നും ഭർത്താവ് ജയകുമാർ പറഞ്ഞു. പഴയന്നൂർ സ്റ്റേഷനിൽ പരാതിപ്പെട്ടെങ്കിലും പോലീസ് കേസെടുത്തില്ല. അയൽക്കാരിയെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന് ബന്ധുക്കൾ വാശി പിടിച്ചു. ഒടുവിൽ സ്ഥലത്തെത്തിയ CI വിജയകുമാരൻ അയൽക്കാരിയായ കൃഷ്ണഗിരി ഗോപാലകൃഷ്ണൻ്റെ ഭാര്യ ശ്രീകുമാരിയെ കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് മൃതദേഹം സംസ്കരിച്ചത്. ശ്രീകുമാരിയെ ചോദ്യം ചെയ്തു വരുന്നതായി പോലീസ് അറിയിച്ചു. ഇതായിരുന്നു വാർത്ത. മരിച്ച പ്രിയയുടെ അയൽക്കാരിയായ അധ്യാപിക ശ്രീകുമാരി മാധ്യമത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. മാധ്യമം എഡിറ്റർ ഒ അബ്ദുറഹ്മാനും പ്രിൻ്ററും പബ്ലിഷറുമായ TK ഫാറൂഖുമാണ് കേസിലെ 16ഉം 17ഉം പ്രതികൾ. ക്രിമിനൽ കേസാണ്. IPC 499 വകുപ്പ് പ്രകാരമാണ് കേസ്. 2 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാവുന്ന കുറ്റം. ചിലപ്പോൾ തടവും പിഴയും ഒന്നിച്ചും ലഭിച്ചേക്കാം. IPC 499 പ്രകാരം അപകീർത്തി കേസ് നിലനിൽക്കണമെങ്കിൽ 3 ഘടകങ്ങൾ അനിവാര്യമാണ്. അതിലൊന്നാമത്തേത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദുരാരോപണം കെട്ടിച്ചമക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യണം. ദുരാരോപണം സംസാരത്തിലോ എഴുത്തിലോ ഉപയോഗിച്ച വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അടയാളം കൊണ്ടോ ചിത്രമോ കാർട്ടൂണോ വീഡിയോ ഒക്കെ പോലെ കാണാൻ പറ്റുന്ന വല്ല മാർഗത്തിലോ ആയിരിക്കണം. പ്രസ്തുത വ്യക്തിയുടെ സൽപ്പേരിന് ദോഷം വരുത്താൻ ഉദ്ദേശിച്ച് കൊണ്ടായിരിക്കണം ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സൽപ്പേരിന് ദോഷം വരുത്തുമെന്ന് അറിവുണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ വ്യക്തിയുടെ സൽപ്പേരിന് ദോഷം സംഭവിക്കുമെന്ന് വിശ്വസിക്കാനുള്ള കാരണമുണ്ടായിരിക്കണം. അതായത് ഒരാളെക്കുറിച്ച് ഒരു ആരോപണം പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് മാത്രം അത് അപകീർത്തി കേസിന് കാരണമാകില്ല. അതുകൊണ്ട് മാത്രം അപകീർത്തി കേസ് നിലനിൽക്കില്ല. ആ ആരോപണം പ്രസ്തുത വ്യക്തിയുടെ സൽപ്പേരിന് കളങ്കം വരുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദോഷം വരുത്തുമെന്ന് അറിഞ്ഞുകൊണ്ടോ ദോഷം വരുത്തുമെന്ന വിശ്വാസത്തോടു കൂടിയോ ഉന്നയിച്ചതായിരിക്കണം. അങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന ആരോപണങ്ങളാണെങ്കിൽ മാത്രമേ മാനനഷ്ട കേസ്, അപകീർത്തി കേസ് നിലനിൽക്കുകയുള്ളൂ.
രണ്ട് കാര്യങ്ങളാണ് മാധ്യമത്തിൻ്റെ കേസിൽ കോടതി പരിശോധിച്ചത്. അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചതിൽ എഡിറ്റർക്ക് പങ്കുണ്ടോ എന്നതാണ് ഒന്നാമത്തെ കാര്യം. വാർത്ത പ്രസിദ്ധീകരിച്ചത് അധ്യാപികയെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടും അറിവോടും കൂടിയാണോ എന്നതാണ് രണ്ടാമത്തെ കാര്യം. എഡിറ്റർക്ക് പങ്കുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ നേരത്തെ പറഞ്ഞ മാമൻ മാത്യു കേസിലെ വിധിയാണ് കോടതി അവലംബിച്ചത്. 1988 KM മാത്യുവും നളിനിയും തമ്മിലുള്ള കേസിലെയും 2021 ജോൺ ബ്രിട്ടാസും ബാബുവും തമ്മിലുള്ള കേസിലെയും വിധികളും കോടതി ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ അവലംബിക്കുന്നുണ്ട്. യുവതിയുടെ ആത്മഹത്യ അയൽക്കാരിയുടെ പീഡനം മൂലമാണെന്നാണല്ലോ മാധ്യമം പ്രസിദ്ധീകരിച്ച വാർത്തയുടെ കണ്ടന്റ്. എഡിറ്ററുടെ ചുമതല പരിശോധിച്ചതിനൊപ്പം തന്നെ വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ അധ്യാപികയെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമോ അറിവോ എഡിറ്റർക്കുണ്ടായിരുന്നോ എന്ന കാര്യവും കോടതി പരിശോധിക്കുന്നുണ്ട്. അയൽവാസികളുടെ പ്രതിഷേധവും അവർ ഉന്നയിച്ച ആരോപണങ്ങളുമാണ് യഥാർത്ഥത്തിൽ പത്രം റിപ്പോർട്ട് ചെയ്തതെന്ന് കോടതി കണ്ടെത്തി. ഇതേ ആരോപണം ഉന്നയിച്ച് മരിച്ച യുവതിയുടെ ഭർത്താവ് പോലീസിൽ പരാതി നൽകിയ കാര്യവും പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അധ്യാപികയെ അറസ്റ്റ് ചെയ്ത കാര്യവും സത്യമാണ്. അത് വസ്തുതയാണ്. ഭർത്താവ് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ അധ്യാപികയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ അധ്യാപികയെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയോ അറിവോടെയോ അല്ല മാധ്യമം വാർത്ത പ്രസിദ്ധീകരിച്ചതെന്നും കോടതി കണ്ടെത്തി. എഡിറ്റർ ഒ അബ്ദുറഹ്മാനും പ്രിൻ്റർ ആൻഡ് പബ്ലിഷറായ TK ഫാറൂഖിനുമെതിരെ പ്രഥമ ദൃഷ്ട്യാ തന്നെ അപകീർത്തി കേസ് നിലനിൽക്കുകയില്ലെന്ന് ജസ്റ്റിസ് A ബദറുദ്ദീൻ്റെ ബെഞ്ച് വിധിച്ചു. ഇരുവർക്കുമെതിരായ നിയമ നടപടികൾ അവസാനിപ്പിക്കാൻ കീഴ്ക്കോടതിയോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. മാധ്യമ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ വാർത്ത എഴുതുമ്പോൾ പരമാവധി ശ്രദ്ധ പുലർത്തുക. വെറുതെ എഡിറ്റർമാരെ കോടതി കയറ്റേണ്ടല്ലോ. നാട്ടുകാർ പറയുന്നു, ജീവനക്കാർ പറയുന്നു, ആരോപിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കാൻ എളുപ്പമാണ്. നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് എഡിറ്റർക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധിച്ചേക്കും. പ്രിൻ്റർ ആൻഡ് പബ്ലിഷറും രക്ഷപ്പെട്ടേക്കാം. അതായത് IPC 499 പ്രകാരമുള്ള ക്രിമിനൽ നടപടികളിൽ നിന്നും തടവ് ശിക്ഷയിൽ നിന്നും മാത്രമേ അവർ രക്ഷപ്പെടുകയുള്ളൂ. പുതിയ നിയമമായ ഭാരതീയ ന്യായ സംഹിതയിൽ അപകീർത്തി കേസ് വരുന്നത് 356 വകുപ്പിന് കീഴിലാണ്. മറ്റൊരു കാര്യം, 1857 പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്ക് ആക്ട് പ്രകാരമാണ് ഈ കേസുകൾ മുഴുവൻ പരിഗണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ച് മുതൽ ഈ നിയമം നിലവിലില്ല. ദ പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പീരിയോഡിക്കൽസ് 2023 എന്ന നിയമമാണ് പകരം നിലവിൽ വന്നിരിക്കുന്നത്. ഈ നിയമത്തിൽ എഡിറ്ററുടെ നിർവചനത്തിൽ വ്യത്യാസമുണ്ട്. എഡിറ്റർ മീൻസ് എ പേഴ്സൺ ഹൂ ഡിസൈഡ്സ് ദ മാറ്റർ ദാറ്റ് ഈസ് ടു ബി പബ്ലിഷ്ഡ് ഇൻ എ പീരിയോഡിക്കൽ എന്നാണ് പുതിയ നിയമത്തിലെ പുതിയ നിർവചനം. ഇതനുസരിച്ച് പ്രസിദ്ധീകരിക്കുന്ന മാറ്റർ തീരുമാനിക്കുന്ന വ്യക്തിയാണ് പത്രാധിപർ. ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഡിറ്ററുടെ ചുമതലയിൽ കോടതികൾ ചുമത്തുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തെന്ന് കണ്ടറിയാനിരിക്കുന്നേയുള്ളൂ. പുതിയ കേസുകൾക്ക് ഈ നിർവചനമായിരിക്കും ബാധകമാകുക. ഇപ്പോൾ നടന്നു വരുന്ന കേസുകൾക്ക് പഴയ ആക്ട് തന്നെയാകും ബാധകം. മാനനഷ്ടത്തിന് എഡിറ്റർ ഉത്തരവാദിയല്ലെന്ന് കോടതി വിധിച്ചാലും മാനനഷ്ടത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാധ്യമ സ്ഥാപനങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപകീർത്തി കേസിൽ മാധ്യമ സ്ഥാപനങ്ങൾ നഷ്ടപരിഹാരം നൽകേണ്ടി വന്ന എത്രയോ കേസുകളുണ്ട്. അത്തരം കേസുകൾ അടുത്ത ഒരു വീഡിയോയിൽ അവതരിപ്പിക്കാം. അതുവരേക്കും വണക്കം. നന്ദി, നമസ്കാരം.